ഇന്നപ്പോഴേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്കൊരു കിച്ചടി ഉണ്ടാക്കാം. കിച്ചടിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് വെളിച്ചെണ്ണ ഒഴിച്ചു, വറ്റൽമുളക് ഇട്ട്, വറ്റൽമുളക് മൂത്തപ്പോൾ ഒരു പിടി ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം അരിഞ്ഞു വെച്ചിരുന്നു. കടുക് പൊട്ടിയപ്പോൾ, കടലപ്പരിപ്പും കടുകും പൊട്ടിയപ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ടു. കറിവേപ്പില ഇട്ട് കഴിഞ്ഞിട്ട് ഇതിൽ ക്യാരറ്റ്, ബീട്രൂട്ട്, ചെറിയുള്ളി, പിന്നെ ഇഞ്ചി, പച്ചമുളക് എല്ലാം ഇട്ട് വഴറ്റി, അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു പിടി മുന്തിരി ഇട്ടു. അത് കഴിഞ്ഞിട്ട് നട്ട്സ് ചെറിയ കഷ്ണങ്ങളാക്കി പൊട്ടിച്ചിട്ടു. നട്ട്സ് ചെറിയ കഷ്ണങ്ങളാക്കി പൊട്ടിച്ചിട്ടു. ഒരു പിടി മുന്തിരി ഇട്ടിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കി നട്ട്സ് പൊട്ടിച്ച് അത് ഇട്ടിട്ടുണ്ട്. പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു തക്കാളി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, തക്കാളി, നട്ട്സ്, ഉണക്കമുന്തിരി, ഇത്രയും സാധനങ്ങൾ ഇതിലുണ്ട്. ഇത് വഴന്ന് വരട്ടെ. ഇത് നല്ലോണം വഴുമ്പോൾ അതിലേക്ക് ഉപ്പിടാം. രാവിലെ നല്ലൊരു പലഹാരം ഇത് കിച്ചടി. ഞങ്ങളുടെ കോട്ടയത്തൊക്കെ കിച്ചടി എന്ന് പറഞ്ഞ ഒരു കൂട്ടാനും, പാലക്കാട്, തമിഴ്നാട്ടിലൊക്കെയാണ് കിച്ചടി ഒരു റവ കൊണ്ടുള്ളൊരു പലഹാരം. ഉപ്പുമാവിൻ്റെ വേറൊരു വേർഷൻ. തക്കാളി ഇതിലെല്ലാം ഉണ്ട്. ബീൻസ്, ക്യാരറ്റ് ഒക്കെ ഇടാം. ഇനി ഞാൻ ക്യാരറ്റും ഉള്ളിയൊക്കെ ഇട്ടിരിക്കുന്ന ബീൻസ് കഴിഞ്ഞായിരുന്നു. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിക്കുക ഇതിലോട്ട് കേട്ടോ. ഉപ്പുമാവിനെക്കാട്ടി കൂടുതൽ വെള്ളം വേണം കേട്ടോ. ഉപ്പുമാവിനെക്കാട്ടി കൂടുതൽ വെള്ളം വേണം. ലൂസായിട്ടിരിക്കണം. തിളച്ച വെള്ളമാണ് കേട്ടോ. കിച്ചടി, റവ കിച്ചടി വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തി ഫുഡാണ്. ഇനി ഇതിലേക്ക് ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇടട്ടെ. ഒരിത്തിരി നെയ്യ് ഒഴിക്കും. പക്ഷെ അത് ഞാൻ പാകം ചെയ്ത് കഴിഞ്ഞാൽ എനിക്കെടുക്കുന്നതിലേക്ക് ഒഴിക്കുള്ളൂ. ഇത് നെയ്യ് ഒഴിച്ചാൽ ടേസ്റ്റ് കൂടും. പക്ഷെ മാഷക്ക് ഇഷ്ടമല്ല. കുറച്ച് നെയ്യും കൂടി ഒഴിക്കണം. പക്ഷെ ഇവിടെ എനിക്ക് വെന്ത് കഴിയുമ്പോൾ ഞാൻ കുറച്ച് നെയ്യ് ഒഴിക്കും. മാഷക്ക് നെയ്യ് ഇഷ്ടമല്ല. കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. എന്നിട്ട് കൂടുതൽ വെള്ളം ഒഴിക്കണേ. ഉപ്പ് പാകം നോക്കട്ടെ. ഉപ്പുമാവും കിച്ചടിയൊക്കെ ലേശം ഉപ്പ് മുമ്പിൽ നിൽക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് നാളികേരം ഇടാം. കുറച്ച് മതി. ഇതൊക്കെ അളവ് പറയാത്ത എന്താണെന്ന് വെച്ചാൽ ഓരോ വീട്ടിലെയും ക്വാണ്ടിറ്റി ഓരോന്നല്ലേ. ഞങ്ങൾക്ക് എടുക്കുന്ന അളവല്ലല്ലോ നിങ്ങൾക്ക് വേണ്ടത്. അതുകൊണ്ടാണ് ഇത് തിളച്ച വെള്ളമാണെങ്കിൽ പോലും ഒന്നും കൂടി ഇത് തിളക്കട്ടെ. കിച്ചടി ഉപ്പുമാവും ഒക്കെ ഇതിലിപ്പോൾ കടലപ്പരിപ്പുണ്ട്,
ഇഞ്ചി, പച്ചമുളക്, എല്ലാ സാധനങ്ങളും ഇതിൽ ഉണ്ട്. നട്ട്സ് ഉണ്ട്, ഉണക്കമുന്തിരിയുണ്ട്, ക്യാരറ്റും എല്ലാം ഉണ്ട്. ബീൻസും ഇടണം കേട്ടോ. പക്ഷെ ഇന്നിവിടെ ബീൻസ് ഞാൻ കഴിഞ്ഞു എന്ന് വിചാരിച്ചു. പക്ഷെങ്കിൽ ഇപ്പം വേറെന്തോ എടുക്കാൻ പോയപ്പോൾ അതിനകത്ത് ബീൻസ് ഉണ്ട്. വെള്ളം ആ തിളച്ച വെള്ളമാണെങ്കിൽ പോലും അതൊന്നുകൂടെ തിളച്ചു. ഇനി ഇത് 1 ഗ്ലാസ് റവയാണ്. ഈ റവ ഇതിലൊക്കെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കാം, കട്ട പിടിക്കാതിരിക്കാം. ഇത് വെള്ളം കൂടുതൽ വേണം കേട്ടോ. പിന്നെ ഇതിലുള്ളതെല്ലാം വേഗണ്ടേ. കഴിഞ്ഞു. ഇനി ഇതൊക്കെ ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കട്ടെ. കട്ട കുത്താൻ വളരെ സാധ്യതയുള്ള ഒന്നാണിത്. നമ്മുടെ പാകം നമ്മുടെ കൈത്തിരി ഒന്ന് മാറിപ്പോയാൽ കട്ട കുത്തും. കൈ തെറിക്കാതെ സൂക്ഷിക്കണം. കയ്യിലെ ചൂടോടെ തെറിക്കാതെ ശ്രദ്ധിക്കണം. നിങ്ങൾ കൈ കൊള്ളും. നട്ട്സൊക്കെ നിറയുണ്ട്. നട്ട്സും മുന്തിരിയൊക്കെ നിറയെ ഇട്ടിട്ടുണ്ട്. ഉണ്ടായിരുന്നു. അപ്പം ആവശ്യത്തിൽ അധികം ഇട്ടു. എല്ലാം ആക്കികമായാൽ അമൃതം വിഷമമല്ലേ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. പാത്രത്തിൽ കുറച്ചും കൂടി ഉണ്ട്, അതും കൂടി ഇടാം. നട്ട്സും ഗ്രേപ്സും ഒക്കെ നല്ല ഫ്രഷാണ്. കുട്ടികളും ഇന്നാണ് വന്നപ്പോൾ കൊണ്ടുവന്നത് ഇതൊക്കെ. ഇതൊരു സമ്പൂർണ്ണ ആഹാരമാണ് സത്യത്തിൽ. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. തിളച്ച വെള്ളമാണല്ലോ, അതുകൊണ്ട് ഞാൻ ഒരല്പം കൂടി എടുക്കട്ടെ. കാരണം ഇത് നല്ലോണം ലൂസായിരിക്കണം മാഷിത്. തിളച്ച വെള്ളമായതുകൊണ്ട് ഒരല്പം കൂടി ഒഴിക്കട്ടെ. കാരണം ഇത് കുറച്ച് ലൂസായിരിക്കണം. എനിക്കൊക്കെ ഇതാ പരുവം. പക്ഷേ മാഷൊക്കെ കുറച്ച് ലൂസായിരിക്കണം. ഇനി ഇതൊന്നുകൂടെ യോജിപ്പിക്കാം. ഇത് കോരി കുടിക്കത്തക്ക പോലെ എടുക്കണം. ഞാനിപ്പോൾ ഇതൊരു സ്റ്റൈലിന് ഒരു പാത്രത്തിലാക്കി കമത്തി അവിടെ വയ്ക്കും. തമിഴ്നാട്ടിലൊക്കെ നമ്മൾ ഹോട്ടലിൽ ചെല്ലുമ്പോൾ അങ്ങനെയല്ലേ. അപ്പം ആ പാത്രത്തിൻ്റെ ഷേപ്പിൽ അത് കിട്ടും. അപ്പോൾ കാണാനും ഒരു ചന്തം. ഇനി ഇതിൽ ലാസ്റ്റ് ഒരൽപ്പം മല്ലിയില അതിൻ്റെ മുകളിൽ തൂകും. ഇഷ്ടമുള്ളവർക്ക്. എല്ലാവർക്കും മല്ലിയില ഇഷ്ടമാകണമെന്നില്ല കേട്ടോ. അതുകൊണ്ട് ഇഷ്ടമുള്ളവർക്ക്. ഇതിനകത്ത് നട്ട്സൊക്കെ വലിയ കഷ്ണങ്ങളായിപ്പോയി. വലിയ നട്ട്സാണ്. അത് കാരണം ഞാൻ പൊടിച്ചിട്ട് കൈ കൊണ്ട് ഇളക്കിയപ്പോഴും വലുതായി. ഞാനിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ. നല്ലൊരു പലഹാരമാണ് ഇത് കേട്ടോ. ഉപ്പൊക്കെ പാകം. ഇത് ഉപ്പുമാവിനെക്കാട്ടിൽ ടേസ്റ്റിയാണ്. എന്തുകൊണ്ടെന്നാൽ ഇത് ഉപ്പുമാവിനെക്കാട്ടിൽ ടേസ്റ്റിയാണ്. കാരണം ഇതിനകത്ത് എല്ലാ പച്ചക്കറികളും എല്ലാം ഉണ്ട്. അണ്ടിപ്പരിപ്പുണ്ട്, മുന്തിരിയുണ്ട്, പച്ചക്കറികളെല്ലാം ഉണ്ട്. നല്ല റോസ്റ്റഡ് റവ ചേർത്ത റവയാണ് ഇതിൻ്റെ മെയിൻ ആള്. ഇതാണ് പാകം. ഉണ്ടോ? വെള്ളം കുറച്ചേറെ ഒഴിക്കണം. വെള്ളമേ തിളച്ച വെള്ളം തന്നെ നിങ്ങൾ ഒഴിക്കണം. എന്നിട്ട്
എന്നിട്ട് ആ വെള്ളം ഒന്നുകൂടെ കിടന്ന് വെട്ടിത്തിളയ്ക്കുമ്പോൾ നമ്മളതിലേക്ക് ഇതിനെ അണ്ടിപ്പരിപ്പൊക്കെ അങ്ങനെ ഇതായിട്ട് കിടക്കുന്നു. പാകമായി. ഇതാണ് ഇന്നത്തെ ഇതിൻ്റെ ഒരു പാകം. നിങ്ങളെല്ലാവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ തീ ഞാൻ ഓഫാക്കുകയാണ്. ഇതൊന്നും ഒരുപാട് അധികം വരും. എനിക്കൊന്നും അളവ് ശരിയാവില്ല. ഇത് കുറേ സാധനങ്ങൾ വേസ്റ്റ് ഇന്നലത്തെ ചോറും കൂട്ടാനും ഒക്കെ കൊണ്ട് കളയുമ്പോൾ മാഷ് പറഞ്ഞു, നിങ്ങൾക്ക് ഇത്രയായിട്ട് ഒരു മാറ്റം വന്നിട്ടില്ലയോന്ന്. എനിക്ക് അളവ് ശരിയാവില്ല കുട്ടികളെ. രാവിലെ ആഴ്ചയിൽ ഒരു ദിവസം കൂടി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കൂ. അണ്ടിപ്പരിപ്പൊക്കെ ഒരുപാടുണ്ട്. പിന്നെ 4 മണി 11:30 രജനി വരുമ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ ചായ വെച്ച് കുറച്ച് കഴിക്കുമ്പോൾ ഇത് കറക്റ്റാവും. ഇതിപ്പോൾ ഞാൻ ഇന്നിപ്പോൾ 11 മണിക്ക് രജനി വരുമ്പോഴേ കഴിക്കുകയുള്ളൂ. കാരണം ഞാൻ ഇത് കഴിച്ചു. എന്താ അതിൻ്റെ പേര്? കോറ. എനിക്ക് രാവിലെ കോറ ആയിരുന്നു. ഇത് മാഷ് ധാരാളം മാഷ് കുറച്ച് കഴിക്കും. ബാക്കി മുഴുവൻ അങ്ങനെ പോകും. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും നോക്കൂ, നല്ല ടേസ്റ്റുണ്ട്. ഈ ഉപ്പുമാവല്ല, ഈ കിച്ചടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ പറയണം. ഇതിനെ ഇനി ഇങ്ങനെ കമത്തി വയ്ക്കുമ്പോൾ ഇങ്ങനെ കമത്തി വയ്ക്കണം. ഇതിന് നമ്മളിങ്ങനെ കമത്തി വെച്ചില്ലേ, ഇനി കുറച്ച് കഴിഞ്ഞ് പൊക്കിയെടുക്കുമ്പോൾ ഈ പാത്രത്തിൻ്റെ ആകൃതി ഇതിങ്ങനെ ഇരിക്കും. നല്ല രസമാണ്. കഴിക്കുമ്പോൾ അത് കാണാനും ഒരു രസം വേണ്ടേ. അപ്പോൾ ഈ ഉപ്പുമാവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ടീച്ചർ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരെയും ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ക്ഷണിക്കുന്നു. നല്ല രുചി. കണ്ടോ, ഇതാണ് ഇന്നത്തെ നമ്മളുടെ കിച്ചടി. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. നോക്കൂ എന്ത് രുചിയാണെന്നറിയാമോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഈ കിച്ചടി, വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഈ കിച്ചടി ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. താങ്ക് യു സോ മച്ച്.